നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ നമ്മുടെ ജീവിതം മനോഹരമായിരിക്കണമെന്ന്. അതേപോലെ ഒരു കല്യാണ വീട് വരുമ്പം നമുക്കൊരു സദ്യ കഴിക്കുന്ന സമയത്ത് അവിടെ ലാസ്റ്റ് പായസം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ നമുക്ക് ആ സദ്യ കഴിച്ചതുപോലെ ഉണ്ടാകത്തില്ല അല്ലേ? അങ്ങനെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന അട പായസം, റൈസ് അട കൊണ്ട് ഉണ്ടാക്കുന്ന പായസം നമുക്കിന്ന് ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി 250 ഗ്രാം അട എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ജവ്വരിയാണെങ്കിൽ ഒരു 1/4 കപ്പ് ജവ്വരി എടുത്തിട്ടുണ്ട്. ജവ്വരിയും റൈസ് അടയും നന്നായിട്ട് കഴുകി കുക്കറിൽ എടുത്ത് വെച്ചേക്കുക. ഇതൊന്ന് വേവിക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസ് തേങ്ങ പാൽ പിഴിഞ്ഞ് 3 പാൽ എടുത്ത് വെച്ചേക്കുക. 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാലെന്ന്. ഈ 3-ാം പാൽ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അട ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുക്കറിൽ വച്ചേക്കുന്നതാണ്. ഇത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് കലക്കി കൊടുക്കാം. തിള വരുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടയും ജവ്വരിയും വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കട്ട പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് വന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഉരുക്കി വച്ചേക്കുന്ന ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള മധുരത്തിന് നമുക്ക് പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തപ്പം നല്ല കളർഫുള്ളായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള ഏലക്ക നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഇത് വെട്ടിത്തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ലൈറ്റായിട്ട് ഒരു തിള വന്ന ഉടനെ നമ്മളിത് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കണം. എന്നാന്ന് വെച്ചാൽ ഒത്തിരി തിള വന്നു കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലും ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയി പോകും. ഇതിലേക്ക് നമുക്ക് മണത്തിന് ആവശ്യമുള്ള ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് മിക്സ് ചെയ്യാം. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങാപ്പഴവും തേങ്ങാക്കൊത്തും നമുക്ക് വറുത്തെടുത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിനാവശ്യമുള്ള നെയ്യ് ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. മുന്തിരിങ്ങാപ്പഴം ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഗ്രേപ്സും അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയ നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടുന്നുണ്ട്. തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഇത് ഒരു കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുക്കറിൽ വെച്ച് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ അടയൊക്കെ വേവിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് കുക്കറിൽ. അല്ലാതെ നമ്മൾ ഉരുളിയിലൊക്കെ വയ്ക്കുവാണെങ്കിൽ കുറേ സമയം പിടിക്കും. ഇത് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ്. നിങ്ങളെല്ലാവരും
ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പായസമാണ് ഇത്. ഈ പരുവത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഈ പരുവത്തിൽ എടുത്തില്ലെങ്കിൽ കുറച്ച് കട്ടിക്ക് എടുക്കുവാണെങ്കിൽ പിന്നെ ഇത് കുറച്ച് നേരം തണുത്ത് വരുമ്പോൾ നല്ല കട്ട പിടിക്കും. അതുകൊണ്ട് ഈ പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇച്ചിരി ലിക്വിഡായിട്ടിരിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതൊന്ന് സെറ്റായി നല്ലൊരു പായസമായിട്ട് വരും. നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈറ്റ് ഷുഗർ അത്ര ഹെൽത്തി അല്ല. അതുകൊണ്ട് ശർക്കര കൊണ്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്.